الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا ومنجينا وهادينا ومرشدنا مصطفى محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم وإلى أرواح أصحابه البدريين والهديين وسائر الشهداء والصالحين. اللهم وإلى أرواح جميع مشايخنا وأساتذتنا خاصة إلى روح الشيخ عمر ولي الله القاهري قدس الله سره العزيز. اللهم انفعنا بهم بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خليقه سيدنا محمد وعلى وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രവാചക പ്രകീർത്തന കാവ്യമായ അല്ലഫൽ അലിഫ് എന്ന ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും പഠിക്കുന്ന മഹത്തായ ഒരു മജ്ലിസിലാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ഹഖ് കൊണ്ട് അവൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലുമുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ പൂർണ്ണമായും ഇത്തിബാ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഉത്ബോധനമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മുരീദുകൾക്ക് നൽകുന്ന ഓരോ ഉപദേശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുകയും ഒരുപാട് കാലം കഴിയുന്നതും അവിടെ താമസിക്കുകയും റസൂലുള്ളാഹിൻ്റെ കുരുത്തവും പൊരുത്തവും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ആരംഭിക്കുകയും ചെയ്യുക. മാത്രമല്ല സൽസബീലൻ സാറഫീഹി സയ്യിദുസ്സാദാത്തി, സയ്യിദുസ്സാദാത്തായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ആ പാത, ഓരോ ഹറക്കാത്ത് സക്കനാത്തുകൾ, അനക്കവും അടക്കവും, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ
അന്ന് രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അതെങ്ങനെയായിരുന്നു എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ വസ്ത്രം ധരിച്ചു, അപ്പോൾ എന്ത് ദിക്റ് ചൊല്ലി, എങ്ങനെ വസ്ത്രം ഊരി, അപ്പോൾ എന്ത് ദിക്റ് ചൊല്ലി, എങ്ങനെ റൂമിലേക്ക് കടന്നു വന്നു, അപ്പോൾ ഏത് കാല് വെച്ചു, പുറത്തേക്ക് പോകുമ്പോൾ ഏത് കാല് മുന്തിച്ചു, അങ്ങനെ ഓരോ വിഷയങ്ങളും പഠിക്കുകയും അതറിയുന്നില്ലെങ്കിൽ നീ ചോദിച്ച് മനസ്സിലാക്കുക അറിവുള്ളവരോട്, എന്നിട്ട് അത് ജീവിതത്തിൽ നീ എന്താക്കുക, ആ പാതയിലൂടെ നീ മുന്നോട്ട് സഞ്ചരിക്കുക. എന്നാൽ നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ സൽസബീലിന് നിനക്ക് കുടിക്കപ്പെടുന്നു. അനുഗ്രഹീത പാനീയമായ അള്ളാഹുവിൻ്റെ ഹുബ്ബാകുന്ന ആ എന്തെന്നില്ലാത്തൊരു അനുഭൂതി സ്വർഗപ്രവേശനത്തിന് മുമ്പ് തന്നെ ദുനിയാവിൽ വെച്ച് അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് അത് നൽകപ്പെടുന്നതാണ്. അപ്പോൾ അവർ വിവിധ ഹാലുകളിലായിരിക്കും, ആനന്ദത്തിലായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, നാളെ സുഖലോക സ്വർഗത്തിൽ ഖുർആനിലൊക്കെ പറഞ്ഞ സൽസബീൽ എന്നുള്ള ആ വിശുദ്ധ പാനീയം അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇത് പ്രത്യേകിച്ച് മഹാനവറുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം, ഈ ബൈത്തുകൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ഒരു സൂഫി ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആസ്വദിക്കുന്ന ഓരോ ആളുകൾക്കും ശ്രോതാക്കൾക്കും ചിലപ്പോൾ തോന്നിപ്പോവും ഇനി ദുനിയാവൊക്കെ വിട്ട് ഇങ്ങനെ നല്ലൊരു ജീവിതം ആരംഭിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കള്ള തൊരീക്കത്തുകളും വ്യാജ ശൈഖന്മാരുമൊക്കെ. ഇത്തരമൊരു ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ നന്നാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ തേടിപ്പോകുന്ന വഴിയിൽ അപകടം പതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മഹാനവറുകൾ തൊട്ടടുത്തുള്ള ബൈത്തിൽ ഒന്നും കൂടി അതിന് ബലം നൽകിക്കൊണ്ട് നമ്മെ കൈപിടിച്ചുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഉണർത്താൻ വേണ്ടി പറയുന്ന ബൈത്താണ് പിന്നെ അടുത്ത ബൈത്ത്. ഷീനിൽ ആരംഭിക്കുന്ന ബൈത്ത്. ശിൽ ശരീഅതൻ വലാ തഫ്ശൽ ഇദ് ശരീഅതു ശിർഅതു ശഫീഇ അൻ ഫുആദികൽ അഫ്ശാലി ശാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാദ്യം. ഷിൽ എന്ന് പറഞ്ഞാൽ നീ എടുത്ത് ഉയർത്തുക. എന്തിന്? ശരീഅത്തിന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശരീഅത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ആ പാതയെ നീ പഠിക്കുകയും അത് ജീവിതത്തിൽ നീ എന്താക്കുക, മുറുകെ പിടിക്കുകയും ചെയ്യുക. വലാ തഫ്ശൽ, ഒരിക്കലും നീ തളരരുത്. ശരീഅത്ത് അതിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആ വിഷയത്തിൽ മടിയോ തളർച്ചയോ നിനക്കുണ്ടാവരുതെന്ന്. കാരണം ഇത് എന്ന് പറഞ്ഞാൽ കാരണം അശ്ശരീഅത്തു, ഈ ശരീഅത്ത് അള്ളാഹു നമുക്ക് തന്ന ഈ ശരീഅത്ത് അത് ശിർഅത്തു ഷഫീഇ, ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്താണ്, ത്വരീഖാണ്. ശിർഅത്ത് ഉദ്ദേശിക്കുന്നത് മില്ലത്ത്, ത്വരീഖ് എന്നൊക്കെയാണ്. ദീന് പഠിപ്പിക്കാനും വേണ്ടി അള്ളാഹു റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് അയച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നോ, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതിനപ്പുറം വേറൊന്നും തെരഞ്ഞു പോയി നമ്മൾ ചതിയിൽപ്പെടേണ്ട ആവശ്യമില്ല. ആ പാതയിൽ അതാണ് യഥാർത്ഥത്തിൽ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. അൻ ഫുആദിക, അങ്ങനെ നീ നബിത്തങ്ങളുടെ പാത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നിൻ്റെ കൽബിനെ തൊട്ട് അൽ അഫ്ശാൽ, അഫ്ശാൽ എന്ന് പറഞ്ഞാൽ കൽബിനെ ബാധിക്കുന്ന പല രോഗങ്ങളും, മടിയും അതേപോലെ തന്നെ തളർച്ചയും, ഈ ശരീരത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത പല തടസ്സങ്ങളും ഷാൽ എന്ന് പറഞ്ഞാൽ അത് നീങ്ങിക്കിട്ടുന്നതാണ്. നമുക്കറിയാം, നമ്മളെ എല്ലാ ക്ലാസ്സിലും അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദൊക്കെ, അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ആ പാത ശരിക്ക് പിൻപറ്റിയിട്ട് ജീവിച്ചപ്പോൾ അവരൊക്കെ എന്തായി? അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ടു. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച്
നടന്നുപോയി. അവരൊക്കെ ദിക്ർ ചൊല്ലി അന്ത്യം നന്നായിട്ട് അവർ വഫാത്തായിപ്പോയെന്ന്. അതുകൊണ്ടാണ് ശരീഅത്ത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് എത്താമെന്ന് ആരും എന്താക്കണ്ട, വ്യാമോഹിക്കണ്ട. ഇപ്പോൾ പല റൂമിലും കാണുന്ന കാഴ്ചയാണ്. ഓൻ ത്വരീഖത്തിൽ ചേർന്നു, എന്നിട്ടോ നിസ്കാരം ഖളാക്കുക. സുബിക്ക് എല്ലാവരും എണീക്കുമ്പോൾ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എനിക്കതൊന്നും എന്തല്ല നിർബന്ധമില്ല, അതൊന്നും പ്രശ്നമില്ല, കാരണം ഞങ്ങൾ ത്വരീഖത്തിലാണ്, നമ്മുടെ ഷെയ്ഖിൻ്റെ നിർദ്ദേശം അങ്ങനെയാണ്. ചില ആളുകൾ നിസ്കാരം തന്നെ ഇല്ല, ഇതിപ്പോൾ ഖളാ വീട്ടുന്നുണ്ട്, നിസ്കാരം തന്നെ ഇല്ലാത്ത ആളുകൾ, അവർക്ക് ദിക്റുകൾ മാത്രമേ പറ്റൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വളരെ സൂഫി വര്യനും അള്ളാഹുവിൻ്റെ വലിയുമായ ഒരു മഹാനാണ് ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നത് ഈ വരിയിലൂടെ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പാതയെ ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റൊരു റൂട്ട് അള്ളാഹുവിലേക്കില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഉണർത്തുകയാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അത് തന്നെയാണ് അതിൻ്റെ 2ാമത്തെ ബൈത്തിലും പറയുന്നത്. റസൂലുള്ളാഹിൻ്റെ പാത നീ ചോദിച്ച് മനസ്സിലാക്കൂ സൽസബീലൻ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് പറയാണ് ആ പാത മാത്രമേ നീ മുറുകെ പിടിക്കാൻ പാടുള്ളൂ. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു. ഇന്ന് വ്യാപകമായിട്ട് അത്തരം ത്വരീഖത്തുകളും വ്യാജ ശൈഖന്മാരൊക്കെ വിലസുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും ഇത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അത് വലിയൊരു ദഅവത്തായിരിക്കും അതിൽ പെട്ടുപോകുന്ന ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇനി മഹാന്മാരെ ഒരുപാട് അവരുടെ സൂഫിയാക്കളുടെ കിതാബുകളിൽ ഒരുപാട് സ്ഥലത്ത് ശരീഅത്തനുസരിക്കാതെ ജീവിക്കുന്ന ആളുകളെ തള്ളിക്കളയണം, അവർ വ്യാജന്മാരാണെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരുന്നതാണ്. ഇത്തിബാഉ ശർഇ ഒരു വലിയ പറയാണ്. ഇത്തിബാഉ ശർഇ ശരീഅത്തനുസരിച്ച്, ശരീഅത്ത് തന്നെ മനസ്സിലല്ലോ നമ്മൾ ഈ ജീവിക്കേണ്ട ഈ പാത, നിസ്കാരം, നോമ്പ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഹറാമുകളൊക്കെ ഒഴിവാക്കുക, പരമാവധി കറാഹത്തുകൾ പോലും ഒഴിവാക്കുക, പിന്നെ അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ഫർളായ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ കൊണ്ടുവരിക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ ശരീഅത്ത്. മനസ്സിലാക്കാത്തവർക്ക് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ച ആ പാത, ഖുർആനിലും ഹദീസിലുമുള്ള ആ പാത. മഹാന്മാരിൽപ്പെട്ട ഒരു വലിയ പറയുകയാണെന്ത്, ഇത്തിബാഉ ശർഇ ശരീഅത്തനുസരിച്ച് ജീവിക്കൽ, അത് മൂജിബു സആദത്തിദ്ദാറൈൻ ഇരു വീട്ടിലും വിജയിക്കാനുള്ള ഒരു നിർബന്ധ ഘടകമാണ്. അതില്ലാതെ ഒരാൾക്കും പിന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ അവാരിഫുൽ മആരിഫ് എന്നുള്ള ഔലിയാക്കളുടെ വലിയ ഗ്രന്ഥമാണ് സൂഫിസത്തിലുള്ള. കുല്ലു ത്വരീഖത്തിൻ റദ്ദത്ഹ ശരീഅത്തു സന്ദഖാൻ, ശരീഅത്ത് തള്ളിയതായ ഏതൊരു ത്വരീഖത്തും അതെന്തെന്നെയാണ്, വ്യാജമാണെന്നാണ്. നമുക്കറിയാം അല്ലേ, നമ്മെ കൈപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല ത്വരീഖത്തിനെയും എന്താക്കിയിട്ടുണ്ട്, അത് വ്യാജമാണ് എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തെന്നെയാണ്, അത് വ്യാജമാണ് എന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല മഹാന്മാരും എഴുതി വച്ചിട്ടുള്ളത്. ആ ദൗത്യമാണ് വിശ്വാസ സംരക്ഷണം, അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഔലിയാക്കളിൽ പ്രമുഖനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയാണല്ലോ, ഔലിയാക്കളുടെ ലോകത്ത് അറിയപ്പെട്ട വലിയാണ്. അദ്ദേഹം പറയാണ്, വത്വരീഖത്തുനാ മുശയ്യദത്തുൻ ബിൽ കിതാബി വസുന്ന, ഔലിയാക്കളാ ഞങ്ങളുടെയൊക്കെ ത്വരീഖത്ത്, ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ, ജീവിത രീതി എന്ന് പറഞ്ഞാൽ അത് ബിൽ കിതാബി വസുന്നത്തി, ഖുർആനും ഹദീസിലുമുള്ള എല്ലാ വിഷയങ്ങളും അതുകൊണ്ട് കെട്ടപ്പെട്ടതാണെന്നാണ്, അല്ലാതെ മറ്റൊരു മാർഗമല്ല, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള മറ്റൊരു മാർഗമല്ല. എന്നിട്ട് മഹാന്മാർ പറയുന്നു, അപ്പോൾ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം 3 വിഷയങ്ങളാണ് അതിക്കയിലൊക്കെ പറയുന്നത് അല്ലേ, ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. നമ്മളൊക്കെ ഇപ്പോൾ ഇതിലാണ് ശരീഅത്ത് എന്ന് പറയും. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടെങ്കിൽ, ഇത് ഈ ശബ്ദം പിന്നീട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ക്ലാസ്സൊക്കെ, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് ഇതിൽ ശാരീഹ്യങ്ങൾ പറയുന്നു, അവസാനം ഹഖീഖത്ത് അല്ലെ, അള്ളാഹുവിലേക്ക് എത്തുക, അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കുക, ആ മഹത്തായൊരു വിഷയം, ആ അനുഭൂതി അത് ലഭിക്കുന്നത് അത് നതീജത്തു ത്വരീഖത്തി, ഇടയിലുള്ള ത്വരീഖത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണെന്ത്,
പിന്നെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ ത്വരീഖത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശരീഅത്ത് കാമിലാകുന്ന സമയത്താണ്. നമ്മൾ ചെയ്യുന്നതിനപ്പുറം ഒരുപാട് സുന്നത്തുകളും കറാഹത്തുകളൊക്കെ ഒഴിവാക്കുക, സുന്നത്തുകളൊക്കെ എടുക്കുക, ഫർള് നിർബന്ധമായിട്ടും ചെയ്യുക. അതിലുപരി മശായിഖന്മാർ കൊടുക്കുന്ന പല ഔറാദുകളും അതൊക്കെ ചൊല്ലി മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് അങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്, ത്വരീഖത്തിലേക്കാണ്. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യലല്ല. അതാണ് മഹാന്മാർ സ്റ്റെപ്പായിട്ട് പറയുന്നു. ഹഖീഖത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് നതീജത്തു ത്വരീഖത്തി, ത്വരീഖത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അത് പൂർണ്ണമാകുന്ന സമയത്ത്, അതിലൊരുപാട് മെനക്കെടുന്ന സമയത്ത് കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഹഖീഖത്തിലേക്ക് എത്തുക. എന്നാൽ ആ ത്വരീഖത്ത് എങ്ങനെയാണ് കിട്ടുന്നത്? അത് നതീജത്തു ശരീഅത്തി, ശരീഅത്തിൻ്റെ റിസൾട്ടാണ്. ശരീഅത്ത് കാമിലായിട്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ മറ്റൊരു കവാടത്തിലേക്ക് കടക്കുമ്പോഴാണ് ത്വരീഖത്തിലേക്ക് എത്തുന്നത്. അതിൻ്റേതായ ഒന്നും കൂടി പരമാവധി, അതായത് പൂർണ്ണമായിട്ട് കറാഹത്തുകളൊക്കെ ഒഴിവാക്കുക. നമ്മളിപ്പോൾ ഹലാലായി തോന്നുന്ന പല കാര്യങ്ങളും അതിൽ ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അത്രയും സൂക്ഷ്മമായി അത് ചെയ്താൽ ഹറാമായി പോകുമോ? ചിലപ്പോൾ നമ്മൾ പറയാമല്ലേ, ബാങ്കിൽ ജോലി ചെയ്യൽ അത് ഇസ്ലാമിക് ബാങ്ക് ആയാൽ ഹലാലാവും എന്നൊക്കെ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടി അവിടെ, അപ്പോൾ അയാൾ എന്താക്കും, ഒഴിവാക്കുകയാണ്. അയാൾ വരാൻ ചിലപ്പോൾ ഹറാമായെങ്കിലോ എനിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ഭാര്യ മക്കൾക്കൊക്കെ ഹറാം ഭക്ഷിപ്പിക്കേണ്ടി വരില്ലേ? അത് വലിയൊരു തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് വലിയ ശമ്പളമുള്ള ജോലി ഒരാൾ ഒഴിവാക്കുകയാണ്. അയാൾക്കത് സംശയം വന്നു. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ഹലാലാണെങ്കിൽ പോലും അതിൽ സംശയം വരുമ്പോൾ അത് ഒഴിവാക്കുകയാണ്. അങ്ങനെ സൂക്ഷ്മമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എന്താക്കുന്നത്, ത്വരീഖത്ത്. അങ്ങനെ ജീവിച്ച് അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അത് നമ്മളൊരു വിഷയത്തിൽ ബൈത്തിലുള്ളതല്ല. ഇതിൻ്റെ ശാരീരികങ്ങൾ എന്താക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. ശരീഅത്ത് ഒഴിവാക്കിയിട്ട് ഒന്നിലേക്കും ഒരാൾ എത്താൻ പോകുന്നില്ല. എത്തുന്നുണ്ട് ഏതിലേക്ക്? ദലാലത്തിലേക്ക് മാത്രമാണ്. ത്വരീഖത്തിലേക്കോ ഹഖീഖത്തിലേക്കോ അള്ളാഹുവിലേക്കോ അവൻ എത്തുന്നില്ല. ദലാലത്തിൻ്റെ പടുകുഴിയിലേക്ക്, നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ പതിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രത വേണമെന്ന് മഹാൻ പറയുന്നു. വലാ തഫ്ശൽ, ഒരിക്കലും നീ തളർന്നു പോകരുത് ഇതിൻ്റെ ശരീഅത്തുമായിട്ട് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലല്ലേ, ഗവൺമെൻറ് പോലും നമുക്കെതിരായി വരുന്ന കാലമാണ്. ശരീഅത്തിൻ്റെ നിയമങ്ങൾ മാറ്റിമറിക്കപ്പെടുന്ന കാലമാണ്. അതുപോലത്തെ ബില്ലുകളൊക്കെ പാസ്സാക്കിയിട്ട് മുസ്ലിമായി ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലം ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോഴൊക്കെ നീ തളരരുത്, പതറരുത്, അള്ളാഹിൻ്റെ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. വലാ തഫ്ശൽ, തഫ്ശൽ എന്ന് പറഞ്ഞാൽ തളരുക, കൈകാലുകളൊക്കെ തളരുന്നതിനാണെന്ന് പറയുന്നത്. പിന്നെ ഒരാൾ തളരുക, അങ്ങനെ തളരാൻ പാടില്ല. നീ ക്ഷീണിതനാകാൻ പാടില്ല. അതേപോലെ തന്നെ നീ ഭീരുവാവാൻ പാടില്ല. അതൊക്കെ ഇതിൽ അർത്ഥം വരുന്നുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. ജുബ്ന്, ദുഅഫ്, അതേപോലെ തന്നെ തഅബാനാവുക, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരീഅത്തനുസരിച്ച് ജീവിക്കും. ഇപ്പോൾ നമ്മളിൽ പലരും ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ആവശ്യം, ദുന്യവിയായ ആവശ്യങ്ങൾ വരുമ്പോൾ അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല. പുര കെട്ടാൻ വേണ്ടിയിട്ട് ലോൺ എടുത്താൽ നമുക്ക് അത് പ്രശ്നമൊന്നുമില്ല. പുര കെട്ടണ്ടേ? അള്ളാഹ് പറഞ്ഞെന്താ, നല്ലൊരു പുര ഉണ്ടാവണം, നല്ലൊരു വാഹനം ഉണ്ടാവണം, നല്ലൊരു ഭാര്യ ഉണ്ടാവണം, അങ്ങനെയുള്ള അതീതത്തിലുള്ളത്. എത്ര നാൾ വന്നിട്ട് പുരയില്ലാതെ ജീവിക്കല്. എന്നിട്ട് നമ്മളെന്താക്കും, നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ തളരുകയാണ്. ശരീരത്തെ മുറുകെ പിടിക്കാൻ പറ്റാതെ പലിശ, അതും നമുക്ക് പ്രശ്നമല്ല. അവിടെ ശരീരത്തിനെ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഹവൻ നഫ്സിനെ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മൾ മുറുകെ പിടിക്കാം. എന്നിട്ട് അതിന് ഓരോ മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെയല്ല, ഏത് പ്രതിസന്ധി വരും, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന വെച്ചാലും ഹറാം ഞാൻ ഭക്ഷിക്കുകയില്ല. കാരണം ശരീഅത്ത് അനുവദിക്കുന്നില്ല. കണ്ടോ? അങ്ങനെ പല അവസരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടേക്കാം. പല തട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒറിജിനൽ സീലടിച്ച് വെക്കുന്നത്, ഒക്കെ വ്യാപകമാണല്ലോ നമ്മുടെ മാർക്കറ്റിലൊക്കെ. എന്നിട്ട് നമ്മൾ വലിയ പണക്കാരാവും, വലിയ താടിയും തൊപ്പിയൊക്കെ വെച്ച് ഹാജിയാറാവും. അതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ചെറിയ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, പെട്ടെന്ന് ഉഷാറാകാം, പെട്ടെന്ന് പണക്കാരനാവാം. പക്ഷേ ഇത് ഹറാമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ശരീഅത്ത് മുറുകെ പിടിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് നമ്മോടുണ്ടാവുന്ന സ്നേഹത്തിനത് കാരണമാകും. ചിലപ്പോൾ നമ്മൾ ആ ചെറിയൊരു ജോലി
തന്നെ ജീവിക്കേണ്ടി വരും, ചെറിയ ശമ്പളമായിരിക്കും. ഈ ഒരു അവസരം, വലിയൊരു അവസരം നമ്മൾ തട്ടി മാറ്റുകയാണ്. എനിക്ക് വേണ്ട, അതെനിക്ക് യോജിച്ചതല്ല. കാരണം അള്ളാഹിൻ്റെ റസൂല് അനുവദിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനതിലേക്കില്ല. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുണ്ടാവുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു, വലാ തഫ്ശൽ, നീ ഭീരുവാവാനോ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടോ ദീനൊഴിവാക്കുന്ന ഒരു വിഷയം വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരുപാട് ഇഷാറാത്തുകൾ, ഒരുപാട് സൂചനകൾ ഈ ബൈത്തിലുണ്ട് എന്ന് മഹാന്മാർ ഒരുപാട്, അതൊന്ന് വിശദീകരിക്കാനുള്ള സമയമല്ല. ഇനി കാരണം ഇത് ശരീഅത്ത് മുറുകെ പിടിക്കണം, അതിനെ നീ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയാനുള്ള കാരണം, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ശിർഅത്തു ഷഫീഇ, ഷഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ നമ്മെ ശുപാർശ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആ റസൂലുള്ളാഹിൻ്റെ ആ പാതയാണ്. റസൂലുള്ള അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ അതൊന്നും ഫോളോ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചിട്ട് അവസാനം നാളെ റസൂലുള്ളാഹിൻ്റെ ഷഫാത്ത് വേണമെന്ന് ദ്വാരുന്നിട്ട് എന്ത് കാര്യം? കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഷഫീഅ തന്നെ ഉപയോഗിച്ചത്. നാളെ നിന്നെ ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്ന ആ മഹ്ശറയിൽ ഓടി നടക്കുന്ന റസൂലുള്ളാഹിൻ്റെ ശരീഅത്താണ്, അഥവാ മില്ലത്താണത്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കുക. ഏത് പ്രതിസന്ധി വന്നാലും, കാലഘട്ടങ്ങൾ മാറി മാറി വന്നാലും, പലരുടെയും കുടുംബങ്ങളുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടാവും. അത് നീ ചെയ്തേക്ക്, അല്ലെങ്കിൽ അത് കൊടുത്തേക്ക്, അല്ലെങ്കിൽ അത് ചേർന്നേക്ക്, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതും അയാൾ ചേർന്നിട്ട്, ആ ഉസ്താദ് ചേർന്നിട്ട്, ഈ ഉസ്താദ് ചേർന്നിട്ട് എന്നൊക്കെ പറയും. ആര് ചേർന്നാലും നമ്മളതിൽ ചേരരുത്, ഏത് ഹറാമിലും. ഇനി അൻഫുആദിക, നിൻ്റെ കൽബിനെ തൊട്ട്, അൽ അഫ്ഷാൽ, എല്ലാവിധ കൽബിനെ ബാധിക്കുന്ന, അവിടെ പറയുന്നുണ്ട്, ഒന്ന് ദുഅഫുൽ ഖൽബ്, കൽബിൻ്റെ ബലഹീനത, അതേപോലെ തന്നെ അത് ഈമാൻ കുറവുണ്ടാവുക, വൽ ജുബ്ന്, ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ നമുക്കൊരു പേടി, ഒരു നാണക്കേട് ആൾക്കാർ മുമ്പിൽ. എങ്ങനെ ഇപ്പോൾ തലക്കെട്ടൊക്കെ കെട്ടി, അല്ലെങ്കിൽ ഒരു തൊപ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നടക്കൽ, ഒരു താടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കൽ, അത് നമ്മളിങ്ങനെ ഒരു ഫാഷനായിട്ട് നടക്കുക, ആളുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഒരു സ്കീനെ പോലെ ഇങ്ങനെ നടക്കൽ. അതേപോലെ കൽബിലുണ്ടാകുന്ന ഈ അമല് ചെയ്യാനുള്ള ഒരു മടി, കസിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ